ലോകകപ്പ് ആവേശത്തിന്റെ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്കാണ് നാം എത്തി നിൽക്കുന്നത്. ഓരോ 2020 ലോകകപ്പും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമുണ്ട്. നിലവിലെ ചാമ്പ്യന്മാർക്ക് പോലും കിരീടം നിലനിർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 9 എഡിഷനുകൾ പിന്നിട്ടിട്ടും ഒരു ടീമിനും തങ്ങളുടെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് ഈ ഫോർമാറ്റിലെ മത്സരത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നുമുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള നിർണായകമായ സൂപ്പർ 8 പോരാട്ടത്തെ കുറിച്ചാണ്. കുറച്ചു കാലം മുൻപ് വരെ ഇന്ത്യക്ക് മുന്നിൽ സിംബാബ്വെ ഒരു വെല്ലുവിളിയല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഓസ്ട്രേലിയയും ശ്രീലങ്കയും അട്ടിമറിച്ച വീര്യവുമായാണ് അവർ വരുന്നത്. ചെന്നൈയിലെ പിച്ചിൽ അവർ ഇന്ത്യയെ ശരിക്കും പരീക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം സെമി ഫൈനൽ പ്രതീക്ഷകൾക്ക് അത്യന്താപേക്ഷിതമാണ്. ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരഫലം ഇന്ത്യയുടെ സെമി പ്രവേശനത്തെ ബാധിക്കുമെങ്കിലും സിംബാബ്വേക്കെതിരെയുള്ള വലിയൊരു വിജയം നേടുക എന്നതാണ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യവും. നെറ്റ് റൺ റേറ്റ് ഒരു ഘടകമായി വരികയാണെങ്കിൽ ഇന്ത്യക്ക് വെറുതെ ജയിച്ചാൽ പോരാ, മികച്ച മാർജിനിൽ തന്നെ വിജയിക്കേണ്ടി വരും. ചെന്നൈയിലെ ചൂടേറിയ കാലാവസ്ഥയിൽ ഉച്ചയ്ക്ക് നടക്കുന്ന മത്സരങ്ങൾ എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് സ്പിന്നർമാരെ തുണയ്ക്കുന്ന ഈ പിച്ചിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചും വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം സഞ്ജു സാംസന്റെ ടീമിലേക്കുള്ള പ്രവേശനമാണ്. നെറ്റ്സ് പരിശീലനത്തിൽ സഞ്ജു സാംസൺ കീപ്പിംഗ് ഗ്ലൗസ് അണിഞ്ഞ് കഠിനമായി പരിശീലിക്കുന്നത് കാണാമായിരുന്നു. താരം മികച്ച ഫോമിലാണെങ്കിലും ടീം മാനേജ്മെന്റ് സഞ്ജുവിനെ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നുണ്ടെന്നും സൂചനകളുണ്ട്. നിലവിൽ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാത്തത് തന്നെ സഞ്ജുവിന് വഴി തുറന്നേക്കാം. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയാൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയും വരും. 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ സഞ്ജുവിനെ കളിപ്പിക്കാനാണ് സാധ്യതയും. ഇതിനർത്ഥം തിലക് വർമ്മയ്ക്കോ അല്ലെങ്കിൽ റിങ്കു സിംഗിനോ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ്. സഞ്ജുവിന്റെ സാന്നിധ്യം ഇന്ത്യൻ മധ്യനിരയ്ക്ക് കൂടുതൽ കരുത്ത് പകരുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നുമുണ്ട്. റിങ്കു സിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയസ്പർശിയായ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളതും. റിങ്കുവിന്റെ പിതാവ് അർബുദബാധിതനായി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇത്രയും വലിയൊരു മാനസിക സമ്മർദ്ദത്തിലും രാജ്യത്തിനു വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങുന്ന റിങ്കുവിന്റെ പോരാട്ട വീര്യം അഭിനന്ദാർഹമാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് ക്രിക്കറ്റ് താരങ്ങൾ വെറും കളിക്കാരല്ല, മറിച്ച് മനുഷ്യത്വമുള്ള പോരാളികളാണെന്നും നാം തിരിച്ചറിയുന്നത്. അദ്ദേഹം തന്റെ സ്വകാര്യ ദുഃഖങ്ങൾ മാറ്റിവെച്ച് ടീമിന് വേണ്ടി നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതുമാണ്. സഞ്ജു ടീമിലേക്ക് വരുമ്പോൾ റിങ്കുവിന് സ്ഥാനം നഷ്ടമാകുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതായിട്ടുണ്ട്. ഇനി ബൗളിംഗ് നിരയിലേക്ക് നോക്കിയാൽ ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. പവർ പ്ലേയിൽ തന്നെ സിംബാബ്വേയുടെ വിക്കറ്റുകൾ പിഴുതുകൊണ്ട് അവരെ ചെറിയ സ്കോറിൽ ഒതുക്കുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രം. അർഷ്ദീപ് സിംഗും വരുൺ ചക്രവർത്തിയും ബുംറയ്ക്ക് മികച്ച പിന്തുണ നൽകുമെന്ന് കരുതാം. ചെന്നൈയിലെ 5-ാം നമ്പർ പിച്ചിലാണ് മത്സരം നടക്കുന്നത്. മുൻപ് ന്യൂസിലാൻഡും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ വലിയ സ്കോർ പിറന്ന പിച്ചാണിത്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യക്ക് തുല്യ പ്രാധാന്യം നൽകേണ്ടി വരും. ഇനി അക്ഷർ പട്ടേൽ ടീമിലേക്ക് തിരിച്ചു വരുന്നത് ബൗളിംഗിന് കൂടുതൽ ആഴം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. സിംബാബ്വെ ടീമിലെ പ്രധാന ഭീഷണി ബ്ലെസ്സിംഗ് മുസറബാനിയാണ്. തന്റെ ഉയരക്കൂടുതൽ മുതലെടുത്ത് ബൗൺസറുകളുടെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇനി സിക്കന്ദർ റാസിയുടെ സ്പിൻ ബൗളിംഗും ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. എങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര സിംബാബ്വേക്കാൾ ഏറെ മുന്നിലാണ്. പവർ പ്ലേ ഓവറുകളിൽ കൂടുതൽ റൺസ് കണ്ടെത്താൻ ഇന്ത്യ ശ്രമിക്കുകയും വേണം. ടോസ് ജയിച്ചാൽ ആദ്യം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുന്നത് സിംബാബ്വേയെ ചെറിയ സ്കോറിൽ പുറത്താക്കി റൺ റേറ്റ് വർദ്ധിപ്പിക്കുക എന്നതാകും സൂര്യകുമാർ യാദവിന്റെ ലക്ഷ്യവും. അവസാനമായി ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. 2024 ലോകകപ്പ് നേടിയ അതേ വീര്യത്തോടെ ഇന്ത്യ കളിക്കളത്തിൽ ഇറങ്ങണം. ആരാധകർ ടീമിന് പിന്നിൽ ഉറച്ചു നിൽക്കേണ്ട സമയം കൂടിയാണിത്. ഇന്ത്യ മികച്ച വിജയം നേടുമെന്നും സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ കുതിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ടീമിനും വലിയ പിന്തുണ നൽകുമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നാളത്തെ പുലരിയിൽ ഇന്ത്യയുടെ സെമി പ്രവേശനം ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം.